അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യത്തിന് താൻ തന്നെ മുൻകൈയെടുക്കണം. ഇങ്ങനെയൊക്കെ വിചാരിച്ചുകൊണ്ട് ഉള്ളിൽ മധുര സ്വപ്നങ്ങളെ താലോലിച്ചുകൊണ്ട് കുമാരി തൻ്റെ പ്രിയതമനെ സമീപിച്ചു. അന്നും ഹക്കീം സാഹിബ് നിസ്കാരത്തിനുള്ള ഒരുക്കത്തിലാണ്. ഭർത്താവിൻ്റെ ആ ഉദ്ദേശം കണ്ട് കുമാരിക്ക് ഉള്ളിൽ ദേഷ്യവും സങ്കടവും വന്നു. ഒരു നിമിഷം കുമാരിക്ക് സ്ഥലകാല ബോധമില്ലാതെയായി. അവൾ ഓടിച്ചെന്ന് ഭർത്താവിനെ കെട്ടിപ്പിടിച്ചു. താൻ ഒരിക്കലും ഉദ്ദേശിക്കാത്ത സമയത്ത് പെട്ടെന്ന് രാജകുമാരി ഇങ്ങനെ പ്രവർത്തിച്ചതിൽ ഹക്കീം സാഹിബ് അന്താളിച്ച് നിന്നുപോയി. പെട്ടെന്ന് അദ്ദേഹം കുമാരിയുടെ കൈകൾ ശരീരത്തിൽ നിന്ന് വേർപെടുത്തി. കുമാരി, എന്താണിത്? തീരെ വിവേകമില്ലാതെയായി പോയോ? ഭർത്താവിൻ്റെ ഈ ചോദ്യം കൂടി കേട്ടപ്പോൾ സുഹ്റ രാജകുമാരി കരഞ്ഞുപോയി. അങ്ങ് എന്നോട് ക്ഷമിക്കണം. മുൻകഴിഞ്ഞ രാത്രികൾ പോലെ ഈ രാത്രിയും കടന്നുപോയാൽ നമുക്കും മാതാപിതാക്കൾ